അഭിമാന പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറിയോ അറിയില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. കുട്ടികളുടെ ഭാവിക്കായി PM-ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെടുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ ഇടത് നേതാക്കൾ തന്നെ മുൻകൈയെടുത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജോൺ ബ്രിട്ടാസ് MP അടക്കം പദ്ധതിക്കായി വാദിച്ചെന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് അടക്കം കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് കേരളത്തിന് PM-ശ്രീ പദ്ധതി നൽകിയതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. PM-ശ്രീ ധാരണാപത്രത്തിൽ നിന്ന് കേരള സർക്കാരിന്റെ പിന്മാറ്റം സംബന്ധിച്ച് തനിക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകണമെന്നാണ് തന്റെ നിലപാടെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കൂട്ടിച്ചേർത്തു. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഉടൻ കത്തയക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. എന്നാൽ അത്തരമൊരു കത്തും കേന്ദ്ര സർക്കാരിന് ലഭ്യമായിട്ടില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്നത്. കരാർ റദ്ദാക്കാനും പിൻവലിക്കുവാനുള്ള അധികാരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് എന്നിവർക്ക് മാത്രമാണുള്ളത്. PM-ശ്രീ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കേരളം തീരുമാനിച്ചാൽ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിക്കുള്ള കേന്ദ്ര ഫണ്ട് തടയാൻ കേന്ദ്ര സർക്കാരിനും അധികാരമുണ്ട്. കരാർ റദ്ദാക്കിയ പഞ്ചാബ് സംസ്ഥാനത്തിന് സമാനമായ രീതിയിൽ കേന്ദ്ര ഫണ്ട് തടഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സംസ്ഥാന സർക്കാരിന്റെ നാടകമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ വിലയിരുത്തൽ. ജനം, ഡൽഹി.